الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് തൗബയിലെ 80-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. ഇസ്തഗ്ഫിർ ലഹും, താങ്കൾ അവർക്ക് പൊറുക്കലിനെ തേടിയാലും, ഔ ലാ തസ്തഗ്ഫിർ ലഹും, പൊറുക്കലിനെ തേടിയിട്ടില്ലെങ്കിലും ഒരുപോലെയാണ് എന്നർത്ഥം. തേടിയാലും തേടിയിട്ടില്ലെങ്കിലും ഒരുപോലെയാണ്. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ, അവർക്ക് വേണ്ടി അങ്ങ് 70 പ്രാവശ്യം പാപമോചനം തേടിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കുകയില്ല. വല്ലാഹു ദാലിക, അത് എന്തുകൊണ്ടെന്നാൽ ബി അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ദൂതനെ കൊണ്ടും നിഷേധിച്ചവരാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഇങ്ങനെയുള്ള അധർമ്മികളെ അള്ളാഹു നിർമാർഗത്തിലാക്കുകയില്ല, അവർക്ക് വഴി കാണിക്കുകയില്ല എന്നിവിടെ അർത്ഥം പറയാം. ഇസ്തഗ്ഫിർ ലഹും, താങ്കൾ അവർക്ക് പൊറുക്കലിനെ തേടുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരിക്കുക, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. പൊറുക്കലിനെ തേടിയാലും എന്നല്ല, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഇസ്തഗ്ഫിർ ലഹും, താങ്കൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക, അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുക, എന്തായാലും കാര്യമൊന്നുമില്ല എന്നാണ്. ഇൻ തസ്തഗ്ഫിർ ലഹും, താങ്കൾ പൊറുക്കലിനെ തേടിയാലും 70 മറത്തൻ 70 പ്രാവശ്യം തേടിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. ദാലിക, അതെന്തുകൊണ്ടെന്നാൽ ബി അന്നഹും അവർ കഫറു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും തള്ളിക്കളഞ്ഞവരാണ്, അവരെ നിഷേധിച്ചവരാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മികളായ ആളുകളെ നിർമാർഗത്തിലാക്കുകയില്ല, അവർക്ക് വഴി കാണിക്കുകയില്ല. മുനാഫികൾക്ക് വേണ്ടി പാപമോചനം തേടുക. അപ്പോൾ ഇങ്ങനെ സൂക്തം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70 കൂടുതൽ തവണ പാപമോചനം തേടിയിട്ട് അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ, അപ്പോൾ ഞാൻ 70 കൂടുതൽ തവണ തേടും. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിർ അല്ലാഹു ലഹും. സൂറത്തു മുനാഫിഖൂനിലെ 6-ാമത്തെ സൂക്തം. അള്ളാൻ്റെ റസൂൽ അത്ര കാരുണ്യമുള്ള ആളാണ്. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, പൊറുക്കലിനെ തേടിക്കോളൂ അല്ലെങ്കിൽ തേടാതിരുന്നോളൂ. വിരോധിച്ചിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുല്ലാഹ് ബിൻ ഉബൈ എന്ന് പറയുന്ന മുനാഫിഖ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മകൻ്റെ പേരും ഉപ്പാൻ്റെ പേരും ഒന്നല്ലേ, അബ്ദുല്ലാഹ് ബിൻ ഉബൈയിൻ്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ അങ്ങയുടെ പ്രാർത്ഥന വേണം, അങ്ങയുടെ മുണ്ട് വേണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലൊന്ന് ഇടാൻ വേണ്ടിയിട്ട് റസൂൽ കൊടുത്തു. മകൻ ആപ്പാൻ്റെ മുകളിൽ മയ്യത്തിന് പുതക്കാൻ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അങ്ങ് നിസ്കരിക്കണം, അങ്ങ് വേണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരണം. അദ്ദേഹം സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. എല്ലാവിധ ഉപദ്രവങ്ങളും ദോഷങ്ങളും പ്രചരണങ്ങളും നടത്തിയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാമെന്ന് സമ്മതിച്ചു. ഒരു മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കാരുണ്യ ഗുണകാംക്ഷയാണ്.
ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം കൂടി ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്ത അങ്ങ് നിസ്കരിക്കാൻ പോകാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ. അങ്ങ് ചെയ്യരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, പോകല്ലേ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു പുഞ്ചിരിയോട് കൂടി നേരിട്ടിട്ട് ഉമർ എന്നെ വിട്ടേക്ക്, എനിക്കതിന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹ് തന്നിരിക്കണമല്ലോ. ഇസ്തഗ്ഫിർ ലഹും അം ലാ തസ്തഗ്ഫിർ ലഹും, തേടിക്കോ തേടാതെ ഇരുന്നോ എന്നല്ലേ. അതുകൊണ്ട് ഞാൻ തേടുക. അങ്ങനെ ദുആ ചെയ്തു, നിസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഈ സൂറയിൽ തന്നെ അടുത്ത് വരാൻ പോകുന്ന വലാ തുസല്ലി അലാ ഖബരിൻ മിൻഹും മാത അബദൻ, അത് എത്രാമത്തെ ആയത്താണ് എന്ന് ഈ സൂറയുടെ അവസാനം തന്നെ വരുന്നുണ്ട്. സൂറത്ത് തൗബ 113 ഇത് തന്നെ വരുന്നുണ്ട്, 113 വരുന്നുണ്ട് കേട്ടോ. അല്ല, അത് ഇതിൽ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യം. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത, ഇവിടെ പറഞ്ഞ അതാണ് 113 ആയത്ത്. മാ കാന ലിൻ നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല. ഇവിടെ എവിടെ ഇപ്പോൾ വന്നത് അതാണ്. പിന്നെ എത്രാമത്തെ ആയത്താ? 80യോ? അവിടെ ഞാൻ ഒന്ന് നോക്കിയാണ്, പിന്നെ അങ്ങനെ വിട്ടുപോയി. വലാ തുസല്ലി അലാ തൊട്ട് താഴെ തന്നെ ഉണ്ട്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും, നിസ്കരിക്കരുത് ഒരാളുടെ മേലും, മുനാഫിഖീങ്ങളായിട്ടുള്ള ഒരാളുടെ മേലും മയ്യത്ത് നിസ്കരിക്കരുത്. മാത്ത മരിച്ചവൻ, അബദൻ ഒരിക്കലും. വല തഖും അലാ ഖബരിഹി, ഖബറൊന്ന് ഇങ്ങ് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്യരുത്. ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഖബറിൻ്റെ അടുത്ത് പോവുക, അതും ചെയ്യാൻ പാടില്ല. ഇന്നഹും കഫറു ബില്ലാഹി റസൂലിഹി വമാതു വഹും ഫാസിഖൂൻ, അതാണ് കാരണം. അപ്പം മുനാഫിഖീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, പാപമോചനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പാടില്ല. മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പാടില്ല എന്ന് 113 ആയത്ത് പറഞ്ഞു. എന്തിനു വേണ്ടി? അവർക്ക് പാപമോചനം കിട്ടാനും അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിലാക്കാനും ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ദുആ ചരിത്രത്തിലുണ്ടായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തത് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ആപ്പാനോട് പറഞ്ഞിരുന്നു ഞാൻ ദുആ ചെയ്യാം, അത് പാലിച്ചതാണ്. അല്ലാത്ത വിധത്തിലുള്ളൊക്കെ ദുആയൊക്കെ നമുക്ക് ചെയ്യാം, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മളോടൊക്കെ ചിലപ്പോൾ പറയും, നിങ്ങൾ പള്ളിക്കൊക്കെ പോവല്ലേ, മനസ്സ് തട്ടി തന്നെ പറയും, എൻ്റെ കുട്ടിക്ക് സുഖമല്ല, ഒന്ന് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഹിന്ദുക്കളൊക്കെ പറയാറില്ലേ അങ്ങനെ, ചിലപ്പോൾ പറയും. ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല, അങ്ങനെ പറയുന്ന അല്ലേ ആൾക്കാരുണ്ട്. നിങ്ങൾ പുണ്യസ്ഥലത്തേക്കാണല്ലോ പോകുക, അതൊക്കെ അവർക്ക് അറിയുള്ളൂ. പുണ്യസ്ഥലത്തേക്ക് പോവല്ലേ, എൻ്റെ പേരക്കുട്ടിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളക്ക് വയ്യ, ഒന്ന് ദുആ ചെയ്യും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. രോഗം സുഖപ്പെടും. ഞാൻ പോയല്ലേ സ്കൂളിൽ ക്യാൻസർ ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കണ്ടില്ലേ അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗം വേദനയിൽ നിന്ന് പാപമോചനത്തിന് പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണം. കാരണം അവർ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കണം, നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനത്തെ അനുഭവമുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് മനസ്സ് തട്ടിയുള്ളൊരു വർത്താനാണുള്ളത്. കണ്ടോ, കീമോതെറാപ്പിയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ടീച്ചർ സ്വയം കണ്ടോ, എന്താ ഈ വേദനയൊക്കെ വരിക. നമുക്ക് നമ്മളെ കുട്ടികൾക്കും നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ രോഗം വന്നാലല്ല അതിൻ്റെ വേദന നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ കുട്ടികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്തഗ്ഫിർ ലഹും, ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇസ്തഗ്ഫറാന പാപമോചനത്തിന് വേണ്ടി തേടുക എന്നാ. ഇസ്തഗ്ഫിർ, താങ്കൾ തേടിക്കൊള്ളുക, ലഹും അവർക്ക് വേണ്ടിയിട്ട്. ഔ അല്ലെങ്കിൽ ലാ തസ്തഗ്ഫിർ ലഹും, തേടാതിരുന്നോ, തേടുകയോ തേടാതിരിക്കുകയോ. തേടിയാലും സ്വീകരിക്കൂല എന്ന് എവിടെ പറഞ്ഞത്? സൂറത്ത് തൗബയിലെ 6-ാമത്തെ ആയത്തിൽ നമ്മൾ ഓതുന്നതാണല്ലോ, നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ മുനാഫിഖൂൻ, തൗബല്ല, സൂറത്ത് മുനാഫിഖൂനിൽ നമുക്കറിയുന്ന ചെറിയ സൂറത്ത് മുനാഫിഖൂനിലെ 6-ാമത്തെ ആയത്തിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, 70-ലധികം തവണ ഞാൻ പാപമോചനം തേടിയിട്ട് അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലും അള്ളാഹിൻ്റെ റസൂലിന് അതാണ് ഇഷ്ടം. അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്നുള്ളത് വേറൊരു കാര്യം.
എന്നാലും അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അത്ര കാരുണ്യമാണ് മനുഷ്യരോട്. അപകടത്തേക്കാണ് പോകണത്. അത്ര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ വ്യക്തിയെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും സോഷ്യൽ മീഡിയയിൽ എത്ര അപഹാസ്യമായ വിധത്തിലാണ് അദ്ദേഹത്തെ അവഹേളിക്കുന്നത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള, ഇത്രയധികം മനസ്സ് അലിവുള്ള ഒരു വ്യക്തി ലോകത്തുണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ, 70 പ്രാവശ്യം അങ്ങ് അവർക്ക് വേണ്ടിയിട്ട് പാപമോചനത്തിന് തേടിയാലും. 70, 7, 70, 700 എന്നൊക്കെ അങ്ങനെ ഒരു ശൈലിയാണ്, അങ്ങനെ ഒരു പ്രയോഗമാണ്. 7 നമ്മൾ പഠിച്ചില്ല, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില. 7, 700, 70, 700 ഇങ്ങനെ ഒരു പ്രയോഗമാണത്. അത് ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ്. ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന പല മുനാഫിക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പലരും അദ്ദേഹത്തോട് ആവശ്യപ്പെടും. കാരണം അവർ മുസ്ലിം സംഘത്തിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു പുറത്തു കൊടുക്കൂല. ഗാലിക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബി അന്നഹും, തീർച്ചയായും അവർ ആയതുകൊണ്ടാണ്, കഫറൂ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് നിഷേധിച്ചവരും, റസൂലിഹി, അള്ളാഹുവിൻ്റെ ദൂതനെ കൊണ്ടും. അള്ളാഹുവിനെ നിഷേധിച്ചവർ, അള്ളാഹുവിന് യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ, എന്നാലും വിശ്വസിക്കേണ്ട മുറപ്രകാരം അവർ വിശ്വസിച്ചില്ല. അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവർക്കറിയാം, എന്നാലും അദ്ദേഹത്തെ പരിഗണിക്കേണ്ട വിധം, ആദരിക്കേണ്ട വിധം, അനുസരിക്കേണ്ട വിധം, സ്വീകരിക്കേണ്ട വിധം അവർ ചെയ്തിട്ടില്ല. അതാണ് അവർ കാഫറുകളാണെന്ന് പറഞ്ഞത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം ഫാസിഖ് എന്ന അനുസരണക്കേട് കാണിക്കുന്നവർ, ധിക്കാരം ചെയ്യുന്നവർ, തമ്മാടിത്തം ചെയ്യുന്നവർ എന്നൊക്കെയാണ് ഇവിടെ ഈ കാപ്പെട്ട വിശ്വാസികളെയാണ് സൂചിപ്പിച്ചത്. വല്ലാഹു ലാ യഹ്ദി, അള്ളാഹു വഴി കാണിക്കുകയില്ല അൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മികളായ ജനങ്ങൾക്ക്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇതിങ്ങനെ 3-4 വട്ടം ഞാൻ അർത്ഥം പറയുമ്പോൾ നമുക്കത് ഓതിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരേണ്ട ഒരു വികാരം, ഒരു വിചാരം, മുനാഫിഖീങ്ങളിൽ ഞാൻ പെടാൻ പാടില്ല, എൻ്റെ കുട്ടികൾ പെടാൻ പാടില്ല, നിഫാഖിൻ്റെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ എന്നിൽ ഉണ്ടാവാം, അല്ലാഹു തആല എനിക്ക് പുറത്തു തരണം എന്ന് അവനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിഫാഖിൻ്റെ അടയാളം ഉണ്ടാകാമല്ലോ. ആയത്തുൽ മുനാഫിഖ് സലാസത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുണ്ടാകാം. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാ വലിസാനി മിനൽ കദിബ്. നമ്മൾ ദുആയിൽ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് എൻ്റെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണം. കാപ്പട്യം, അതൊക്കെ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണത് എന്തുകൊണ്ടാണ്? അങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ സംഭവിക്കും മനുഷ്യനിൽ. മറ്റുള്ളവരെ മുനാഫിക്കാക്കാൻ അതിന് ആൾക്കാർക്ക് വലിയ താല്പര്യവും മുനാഫിക്ക്. അതല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. നമുക്കറിയില്ല ആരാണെന്നൊന്നും. ഞാൻ ആലോചിക്കേണ്ടത് എന്നിൽ കാപ്പട്യത്തിൻ്റെ ലക്ഷണം എന്തെങ്കിലും ഉണ്ടോ? ഉമർ ഖത്താബ് അങ്ങനെയല്ലേ അന്വേഷിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ അന്വേഷിച്ചത്? ഞാൻ കാപ്പടനായിട്ടുണ്ടോ? ഹൻളല റളിയല്ലാഹു അൻഹു ഞാൻ മുനാഫിക്കായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബേജാറായത്. ഞാൻ മുനാഫിക്കായല്ലോ എന്ന് സ്വയം പറയാം, എന്നിട്ട് ബേജാറായിട്ട് ഒച്ചയിട്ട് പറഞ്ഞ് റോട്ടിക്ക് ഇറങ്ങിക്കുക പേടിച്ചിട്ട്. എന്താ മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിയിലാണ്. അത് കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ അയ്യോ പറയണത്? അല്ല സിദ്ദീഖുൽ അക്ബർ, ഞാൻ മുനാഫിക്കായി എന്ന് എനിക്ക് തോന്നുക. പേടിയുണ്ടാവുമോ? നമുക്ക് തോന്നിയിട്ടുണ്ടോ പടച്ചോനെ ഞാൻ മുനാഫിക്കാണോ, എൻ്റെ കാപ്പട്യത്തിൻ്റെ ലക്ഷണം, എൻ്റെ ആ സ്വഭാവം, എൻ്റെ ആ പെരുമാറ്റം, എൻ്റെ വർത്താനം, എൻ്റെ ഇടപഴകൽ, എൻ്റെ ഇടപാട് ഒന്നും ശരിയല്ല എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ മുനാഫിക്കാകുന്നുണ്ടോ? അള്ളാഹിനോട് മനസ്സ് നൊന്തങ്ങോട്ട് തേടണം. അതിനാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറയാം. ഇസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി താങ്കൾ പാപമോചനം തേടിക്കൊള്ളുക. ഔ അല്ലെങ്കിൽ ലാ തസ്തഗ്ഫിർ ലഹും, പാപമോചനം തേടണ്ട. ഇൻ തസ്തഗ്ഫിർ ലഹും, താങ്കൾ പാപമോചനം തേടിയാലും 70 മറത്തൻ, 70 വട്ടം. 70 70, മറത്തൻ എന്ന പ്രാവശ്യം. ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. കേട്ടോ, ദാലിക ബിഅന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, എന്താ കാരണം? അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിച്ചവരാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു അധർമ്മികളായ, അനുസരണക്കേട് കാട്ടുന്ന ഇത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിസ്ക്, നിഫാഖ് എന്നീ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാണ്. അല്ലാഹ് മുനാഫിഖുകളിൽ പെടുത്തല്ല രക്ഷിതാവേ. നിഫാഖിൻ്റെ അടയാളം ഞങ്ങളിലുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അവസരം തരുമാറാകണം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.